വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പറിയിച്ച് CPM. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിലാണ് CPM നിലപാട് വ്യക്തമാക്കിയത്. ബീഹാർ മാതൃക നടപ്പാക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് MV ജയരാജൻ പറഞ്ഞു. ബീഹാറിന് നൽകിയ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സർക്കുലർ കൂടി 9/9/2025 സർക്കുലർ കൂടി ഇവിടെ വിതരണം ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകിയ സർക്കുലറാണത്. അതിൽ സുപ്രീം കോടതി വിധിയെ റെഫറൻസായി പറയുന്നുണ്ട്. 8/9 വിധിയെ അടിസ്ഥാനമാക്കി 12ാമതായി ആധാർ കാർഡ് SIRന് രേഖയായി അംഗീകരിച്ചത് പറയുന്നുണ്ട്. അപ്പോൾ ബീഹാറിന് ബാധകമായി ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചതും വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയതുമായ SIR ഒട്ടും യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇനി ഇത്തരമൊരു യോഗം സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടേത് വിളിച്ച് കൂട്ടുന്നതിന് മുമ്പ് 5 ജില്ലകളിൽ ജില്ലാ കലക്ടർമാർ യോഗം നടത്തി കഴിഞ്ഞു. അത് അങ്ങയുടെ നിർദ്ദേശങ്ങളെ, അങ്ങയുടെ ആധികാരികതയെ ചോദ്യം ചെയ്ത ഒരു നടപടിയായി പോയി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആശങ്ക വേണ്ട എന്നും യോഗ്യരായ എല്ലാവരെയും പട്ടികയിൽ ഉൾക്കൊള്ളിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. SIR വരുമ്പോൾ ഒരാൾക്ക് ആശങ്ക വേണ്ട. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടികയിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കൂടി നൽകാനാണ് ഈ അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം സഹകരണം ഏറ്റവും ആവശ്യമാണ്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഒരു സഹായം സഹകരണം കൂടി ആവശ്യമാണ്. മീഡിയയുടെ കൂടി എല്ലാവിധ പിന്തുണ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. VV അരുൺ ചേർന്നു വിവരങ്ങളുമായി. CPMന്റെ നിലപാടിന് ഏത് തരത്തിലുള്ള ഒരു മറുപടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അപർണ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായാണ്, അതുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചത്. ഇതിൽ CPMഉം കോൺഗ്രസും CPIയും ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു. 3 പാർട്ടികളും ഒരുപോലെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുകയാണ്. കാരണമായി പറയുന്നത്, ഒന്ന്, സുപ്രീം കോടതിയിൽ ഈ ഒരു കേസ്, ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നത് തന്നെ തെറ്റാണ്. മാത്രവുമല്ല, കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആഴ്ചകൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ രണ്ട് പ്രക്രിയയുമായി ഒരുമിച്ച് പോകുന്നതെന്ന ആശങ്ക കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ് പങ്കുവച്ചു. ഈ വോട്ടർ പട്ടിക 2024 സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതാണ്. ആ പട്ടിക അടിസ്ഥാനമാക്കി വേണം, അത് അടിസ്ഥാന രേഖയാക്കി വേണം പരിഷ്കരണം നടത്തുന്നെങ്കിൽ നടത്തേണ്ടത് എന്നാണ് CPMന് വേണ്ടി സംസാരിച്ച MV ജയരാജനും അതുപോലെ തന്നെ PC വിഷ്ണുനാഥും CPI പ്രതിനിധി K രാജുവും അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത്. പ്രവാസി വോട്ടർമാരെ ഒഴിവാക്കുന്നതും കുടിയേറ്റ വോട്ടർമാരെ ഒഴിവാക്കുന്നതും അവരോട് ചെയ്യുന്ന അനീതിയാണ്, അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ആവശ്യമെങ്കിൽ അത് ഈ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കാനിരിക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഇരട്ട വോട്ടർമാരെയും വ്യാജ വോട്ടർമാരെയും ഒഴിവാക്കിയാൽ തന്നെ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പിന്നെ എന്തിനാണ് ബീഹാർ മാതൃകയിൽ ഇവിടെയും ഒരു പരിഷ്കരണം എന്ന ചോദ്യമാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. BJP പ്രതിനിധി B ഗോപാലകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും BJP അതിനെ പിന്തുണയ്ക്കും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുകയാണ്. ഒരു ആശങ്കയും വേണ്ടെന്നാണ് ആമുഖമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞത്.